എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ വേദനയും വന്നിട്ട് ഞാൻ രാത്രി ഷൂട്ടാണ്. അപ്പോൾ തലേദിവസം തന്നെ ഭയങ്കര ഇച്ചിരി വേദന ഉണ്ടായിരുന്നു. രാവിലെ എന്നിട്ടിപ്പം സഹിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് അഡ്മിറ്റായി. പക്ഷേ അഡ്മിറ്റ് ആവാനും പറ്റില്ല. കാര്യം വെച്ചാൽ വൈകുന്നേരം ഷൂട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വലിയ ക്രൗഡും സ്റ്റേജും സെറ്റപ്പും അങ്ങനെ ഭയങ്കര സ്റ്റെപ്പിലായിട്ട്. അപ്പോൾ അത് പെയിൻ കില്ലർ അടിച്ചിട്ടാണെങ്കിലും ഷൂട്ട് ചെയ്തേ പറ്റൂ. പെയിൻ കില്ലർ ആണെങ്കിൽ കുറേ എണ്ണമൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഒരു ദിവസം. അപ്പോൾ അത് സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് അങ്ങനെ ചെന്ന് നിന്ന് ഷൂട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് തീർന്നിട്ട് അപ്പോൾ ഞാൻ ഇനി പെയിൻ കില്ലർ അടിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിന് ദോഷമല്ലേ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ അത് സഹിച്ച് പിടിച്ച് പെട്ടെന്ന് ചെയ്യണം. ഇത് കംപ്ലീറ്റ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാം. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ഓഫ് ഷൂട്ടുമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ബേസിലും ഷമീർക്കും കൂടെ വന്നിട്ട് എടാ വേണമെങ്കിൽ പാക്കപ്പ് ചെയ്യാം, നീ റെസ്റ്റ് എടുത്തോ. വേണ്ട അത് അത്രയും രൂക്ഷമായിട്ടില്ല. അങ്ങനെ ആകുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഒരു ഒറ്റ കൈക്ക് ഒരു പെയിൻ കില്ലർ കൂടെ കഴിക്കാനുള്ള പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. അതെന്ന് വെച്ചാൽ ഇതൊരു രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുള്ളൂ. രാവിലെ വരെ ഷൂട്ട് ചെയ്യണ്ടല്ലേ. അപ്പോൾ രാവിലെ വരെ അപ്പോൾ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ട് പെയിൻ കില്ലർ കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത്രയും കൂടെ കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഇല്ലടാ കുഴപ്പമില്ല ചെയ്യാൻ അല്ലാന്ന് ചെയ്തോ കുഴപ്പമില്ല വെച്ചിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യും കുഴപ്പമില്ല നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും ഇവർ വന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ പോയി പെയിൻ കില്ലർ അടിച്ച് ഞാൻ വന്ന് അഭിനയിച്ചു. പിറ്റേ ദിവസം പ്രൊഡക്ഷൻ ഇത് നല്ല പ്രൊഡക്ഷനും സുഹൃത്തുക്കൾ തന്നെ. പിറ്റേ ദിവസം വന്നിട്ട് ഒന്നുമല്ലടാ നിനക്ക് വേദന എടുക്കാനായിട്ട് പേടിച്ചിട്ടൊന്നുമല്ല, നിന്നെ അങ്ങനെ വേദനയും സഹിച്ച് പിടിച്ച് അവിടെ അഭിനയിച്ച ജീവിതകാലം മുഴുവൻ അതിന്റെ കണക്ക് പറയും എൻ്റെ അടുത്ത്. എന്തെങ്കിലൊക്കെ ഓർമ്മ ഉണ്ടാവില്ല. അല്ലാണ്ട് കരുതലൊന്നും